വീഡിയോയിൽ നമുക്ക് HTML ടേബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. വെബ് പേജിൽ ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ബോർഡർ ഒന്നും ഇല്ലാതെ ഒരു ടേബിൾ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിത്തൗട്ട് എനി ബോർഡർ ഒന്നും ഇല്ലാത്ത റോസും കോളംസും ഉള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ടാഗ് ഉണ്ട്, ടേബിൾ ടാഗ്. സോ ടേബിൾ ടാഗ് അതിന് വേണ്ടി യൂസ് ചെയ്യാം. ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ക്ലോസ് ചെയ്തു. സോ അതിൻ്റെ അകത്ത് നോർമലി ഒരു ടേബിളിൻ്റെ അകത്ത് എന്താ കാണുന്നത്? റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഹെഡർ റോ. ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ട ടേബിളിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏജ്, മാർക്ക്. സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏജ്, മാർക്ക്, അങ്ങനെ അതാണ് എനിക്ക് ആ ടേബിളിൻ്റെ ഹെഡറിൽ വരേണ്ടത്. സോ അത് ഒരു ടേബിൾ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ടേബിൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ടേബിളിൻ്റെ അകത്ത് 3 റോ ഉണ്ടല്ലേ, 3 റോ ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ വിത്ത് 3 റോസ് ആൻഡ് 4 കോളംസ്. അപ്പോൾ ഇത് ഹെഡർ റോ. ഹെഡർ റോയിനെ അങ്ങനെ ഹെഡർ റോയിനെ റോ ആയിട്ട് കേട്ടില്ല. അതല്ലാതെ 3 റോ ഉണ്ടല്ലോ അല്ലേ. ദിസ് ഇസ് ഫസ്റ്റ് റോ, ദിസ് ഇസ് സെക്കൻഡ് റോ, ദിസ് ഇസ് തേർഡ് റോ. ആൻഡ് ഹൗ മെനി കോളംസ് ആർ ദർ? 4 കോളംസ്. അങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കും എത്ര റോസ് എത്ര കോളം. ഈ ഒരു ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാൻ ബോർഡർ ഒന്നുമില്ലേ, ജസ്റ്റ് ബോർഡർ ഇല്ലാത്ത ഒരു ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ബോർഡർ ഒന്നും ഇല്ലാത്തൊരു ടേബിൾ, അതായത് എങ്ങനെ ഇരിക്കും. ഓക്കെ. എന്നിട്ട് ഞാൻ അതിന് ശേഷം ബോർഡർ എങ്ങനെയാണ് ബോർഡർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറയാം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ടാഗ് യൂസ് ചെയ്യാണ്. ഈ ടേബിൾ ടാഗിൻ്റെ അകത്ത് എനിക്ക് എത്ര റോസ് വേണം? 3 റോസ് വേണം അല്ലേ. അപ്പോൾ ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TR എന്ന് കൊടുക്കാം. ടേബിൾ റോ, അതിൽ ഹെഡർ റോ TR എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഹെഡർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. റോ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് TR ആണ്. ഇത് TR സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് റോ. ഇത് ഫസ്റ്റ് റോയാണേ. ഇത് ഫസ്റ്റ് റോ. അതേപോലെ ഇത് സെക്കൻഡ് റോ. ടോട്ടൽ നമുക്ക് 3 റോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും ഹെഡറിൻ്റെ കൂട്ടി നമുക്ക് 4 റോസ് ക്രിയേറ്റ് ചെയ്യണം. സോ എത്ര TR വേണം? ഇതിപ്പം ഒരു TR, ഒരു റോയായി. ഇത് 2 റോയായി. ഇനി നമുക്ക് ഇതേപോലെ 4 റോസ് വേണ്ടേ. സോ ഇത് മൂന്നാമത്തെ റോ, ദെൻ 4ാമത്തെ റോ. ഓക്കെ. ഇനി അപ്പോൾ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ വരേണ്ടത്? ഫസ്റ്റ് റോയ്ക്കകത്ത് നമ്മൾ ഹെഡറാണ് വരുന്നത്. ഹെഡർ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടത് TH ആണ്. TH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ റോയിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടാഗ് TH. സോ TH എന്താ വരേണ്ടത്? അതിൻ്റെ അകത്ത് നമ്മൾ നെയിം എന്നാണ് കൊടുത്തത്. അപ്പോൾ TH നമ്മൾ ക്ലോസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൻ്റെ പേരാണ് TH. സെക്കൻഡ് കോളത്തിൻ്റെ പേര് നമ്മൾ എന്താ പറയുന്നത്? നെയിം കഴിഞ്ഞ ഏജ്. സോ അവിടെ TH വേണ്ടേ. സോ TH, ഏജ്, TH. അത് കഴിഞ്ഞാലോ? യെസ്, എഗെയിൻ TH.
ഏജ് കഴിഞ്ഞാൽ റൂൾ നമ്പർ TH ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ 3 കോളം ആയുള്ളൂ, ഒരു കോളം കൂടെ വേണം. അത് വീണ്ടും TH റൂൾ നമ്പർ കഴിഞ്ഞാൽ മാർക്സ് TH. ഓക്കെ, അപ്പം ഫസ്റ്റ് റോയിൻ്റെ അകത്ത് കൊടുക്കേണ്ട കോളംസ് എന്താണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രം ഞാൻ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം, എന്ത് വരും നോക്കാം. യെസ്, നെയിം, ഏജ്, റോൾ നമ്പർ, മാർക്സ്, ഫസ്റ്റ് റോ മാത്രം വന്നു. ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയിൽ കയറ്റണം. സെക്കൻഡ് റോ ഇതല്ലേ, അവിടെ നമുക്ക് ആ റോയിൻ്റെ അകത്ത് വരേണ്ട ഓരോ കോളത്തിലും വരേണ്ട നെയിമിൻ്റെ അകത്ത് വരേണ്ട എന്താണ്, ഏജിൻ്റെ അകത്ത് വരേണ്ട എന്താണ്, അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. TH അല്ല TD എന്ന് വരും. TD മാത്രം ഓർത്ത് വെച്ചേക്കുക. TD നമുക്ക് ടേബിളും കൂടെ നോക്കാം. ടേബിളിൻ്റെ അകത്ത് ആലിസ് 25 100. സോ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പം TDക്കകത്ത് എന്ത് വരും, ആദ്യം ആലിസ് വരും അല്ലേ, ഫസ്റ്റ് റോയിൻ്റെ അതല്ല ആലിസ്. TD എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അടുത്ത TDക്കകത്ത് ആര് വരും, ഏജ്, അത് 25 വരും അല്ലേ. TD ക്ലോസ് ചെയ്യാം. അടുത്ത TDക്കകത്ത് ആര് വരും, അടുത്ത TDക്കകത്ത് റൂൾ നമ്പറായ 1 വരും. മീൻസ് അതിൻ്റെ കണ്ടന്റ് ആണ് അവിടെ വരേണ്ടത്. ഓക്കെ ഓക്കെ, അടുത്തത് TDക്കകത്ത് ആര് വരും, 100. അപ്പോൾ ഫസ്റ്റ് റോ ഹെഡർ റോയാണ് അല്ലേ, ഇത് ഫസ്റ്റ് റോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഹെഡർ റോയാണ്, അതുകൊണ്ടാണ് അവിടെ TH എന്ന് വന്നത്. അപ്പോൾ അത് ജസ്റ്റ് നെയിം, എത്ര കോളം ഉണ്ട്, നെയിം, ഏജ്, റോൾ നമ്പർ, മാർക്സ്. ഓക്കെ, ഇനി അടുത്തത് അങ്ങനെ അത് ആ റോ കംപ്ലീറ്റ് ആയി. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ റോ കംപ്ലീറ്റ് ആയി. ഈ റോ ഇവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത റോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അടുത്ത റോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ എവിടെ എൻഡ് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലിസ് 25 ഈ സെക്കൻഡ് റോയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എന്ത് വരും എന്നുള്ളത് നോക്കാം. ഇപ്പം ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, ഇവിടെ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ആലിസ് 25 100 കൂടെ കൊടുത്തു. ഇപ്പം എന്ത് വരും നോക്കാം. യെസ്, ആലിസ് 25 100 എന്ന് വന്നു. സിമിലർലി ഞാൻ എന്ത് ചെയ്യണം, ഇതേപോലെ ഇവിടെ ആക്കണം. ഇവിടെ എന്ത് വരും, അത് നമുക്ക് ടേബിൾ നോക്കാം. ടേബിൾ നോക്കി ചെയ്യാം. ടേബിൾ നോക്കി, അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ റോയ്ക്കകത്ത് വീണ്ടും TD ബാലു അല്ലേ, ഫസ്റ്റ് ബാലു, TD ക്ലോസ് ചെയ്യാം. അടുത്തത് TD 24 വരും അല്ലേ, 24 TD ക്ലോസ് ചെയ്യാം. അടുത്തത് TD 2 വരും, TD ക്ലോസ് ചെയ്യാം. അടുത്തത് TD 80 വരും, TD ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും വരുമ്പോഴത്തേക്കും സെക്കൻഡ് റോയിൻ്റെ ആയി അല്ലേ. നമുക്കൊന്ന് നോക്കാം.
യെസ്, സെക്കൻഡ് റോയും ആയി. അതേപോലെ തേർഡ് റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ നമുക്ക് കൊടുക്കാം. എഗെയിൻ ടി ഡി അവിടെ എന്തോരും ടി ഡി സിയാർ, ടി ഡി ക്ലോസ് ചെയ്യുക, ടി ഡി 25, ടി ഡി ക്ലോസ് ചെയ്യാം, ടി ഡി 3, ടി ഡി ക്ലോസ് ചെയ്യാം, ടി ഡി 90, ടി ഡി ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ 3 റോയും 4 കോളം. ഇത് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് സ്പേസിങ് ഒന്നും, ബോർഡർ ഇല്ല. ഇതിനിടയ്ക്ക് സ്പേസിങ്, നെയിം കഴിഞ്ഞിട്ട് ഏജ്, ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് ഇല്ല. പിന്നെ ഈ ഓരോ സെല്ലിൻ്റെ ഇടയിൽ ചെറിയ സ്പേസിങ് ഉണ്ട്, പക്ഷെ ഈ പറയുന്ന ഓരോ കോളത്തിൻ്റെ ഇടയിൽ ഒരു സ്പേസിങ് ഇല്ലാത്തതുപോലെ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 പാരാമീറ്റേഴ്സ് ടേബിളിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്തുള്ള പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ബോർഡർ, ഇപ്പോൾ ബോർഡറില്ലല്ലോ, ബോർഡറോടെ ഉള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. സ്മോൾ ചേഞ്ചസേ ഉള്ളൂ, ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇവിടെയല്ലേ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോർഡർ എന്ന് കൊടുക്കാം. ബോർഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ബോർഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ബോർഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, നമുക്ക് ബോർഡർ വന്നോ? അപ്പോൾ ജസ്റ്റ് ബോർഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തപ്പം എനിക്ക് എന്ത് വന്നു, ബോർഡർ വന്നു. ഇറ്റ്സ് എനഫ്. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഇത്ര മാത്രം ചെയ്താൽ മതി. ബോർഡർ ഇസ് ഈക്വൽ ടു 1. ഇനി വേറെയും ഉണ്ട്, ടേബിളിൻ്റെ അകത്തുള്ള കാര്യമാണേ. അപ്പം ബോർഡർ ഇസ് ഈക്വൽ ടു 1, ബോർഡർ ഉണ്ട്, അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ബോർഡർ ഉണ്ട്, പിന്നെ സെൽ പാഡിങ് ഉണ്ട്, ഇസ് ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സിന്, അത് ഞാൻ 10 കൊടുത്തു എന്ന് വിചാരിച്ചു. അതേപോലെ വേറെ ഇതിൻ്റെ അകത്ത് ഈ 3 പാരാമീറ്റേഴ്സും കൂടെ ഉണ്ട്. ആ ടേബിൾ ഞാനിവിടെ ക്ലോസ് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്തു. ഇപ്പം എന്താ വന്ന, ഇപ്പം ഈ സെല്ലിൻ്റെ ഇടയ്ക്ക് ബോർഡർ വന്നു. ബോർഡർ ഞാനിപ്പോൾ ഒരു 5 കൊടുത്തു എന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ തിക്നെസ്സാണ് അവിടെ പറയുന്നത്, തിക്നെസ്സാണ്. പിന്നെ സെൽ പാഡിങ് 10 എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 20 കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 20 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ്, മനസ്സിലായി, കോളത്തിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ് സെൽ പാഡിങ് എന്ന് പറയുന്നത്. സെൽ സ്പേസിങ് ഞാനിപ്പോൾ ഒന്ന് 10 കൊടുക്കുവാണെങ്കിൽ, 10 അല്ല, ഞാൻ 5 കൊടുക്കുവാണെങ്കിൽ, അതായത് 0 ആയിരുന്നു, അതുകൊണ്ട് വേറെ ഒന്നും വന്നില്ല. ഇപ്പം ഞാൻ 5 കൊടുക്കുവാണെങ്കിൽ എന്ത് വരും, ഓരോ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിങ് കണ്ടു. അതാണ് ഇവിടെ എന്ത് ഉദ്ദേശിച്ചത്, 5 യൂസ് ചെയ്തത്. ഇവിടെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഓരോ സെല്ലും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതിനെയാണ് സെൽ സ്പേസിങ് എന്ന് പറയുന്നത്. ഇവിടെ കാൽക്കുലേറ്ററിലുള്ള ബട്ടൺസ് പോലെ ഇരിക്കും, അതാണ് സെൽ സ്പേസിങ് എന്ന് പറഞ്ഞാൽ. ഓരോ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിങ് ആണ് 5, ഈ 5 എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു 10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാം, കേട്ടോ. സ്പേസിങ് ആണിത്. അപ്പം ഇത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് ഇല്ല, ഒരു സെല്ലായിട്ട് അങ്ങനെ സ്പേസിങ് ഇല്ല. ഇതാണ് ഡിഫറൻസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ 10 തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യുക, ഡിഫറൻസ് മനസ്സിലാവും. സോ വളരെ സിമ്പിളാണ്. ടേബിൾ എന്ന് പറയുന്നത്
ടാഗിൻ്റെ അകത്ത് റോ ക്രിയേറ്റ് ചെയ്യാൻ ടി ആർ യൂസ് ചെയ്യുക. റോയിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഹെഡറാണ് വേണ്ടത്. സോ അതിന് ടി എച്ച് എന്ന് കൊടുക്കാം. നെയിം, ഏജ്, റോൾ നമ്പർ, മാർക്സ്. അപ്പോൾ ഈ ഒരു റോ തീരും, മീൻസ് ഈ ഒരു റോ തീരും. അടുത്ത രണ്ടാമത്തെ റോയിന് വീണ്ടും എന്താണ് ടി ആർ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അതിനകത്ത് ഡെഫിനേഷൻ മീൻസ് ഓരോ ഡിസ്ക്രിപ്ഷനാണ്. നെയിമിൻ്റെ അകത്ത് എന്ത് വരണം, ഏജ്, അത് ആ ഒരു ഓർഡറിൽ കൊടുക്കുക. ആ ഒരു ഓർഡറിൽ കൊടുക്കുമ്പോൾ അത് വരും. അപ്പോൾ ഈ ഒരു റോ കഴിഞ്ഞു. അടുത്ത ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ റോ, അതായത് ബാലു 24 to 18 ആ റോ വരും. അത് ഡി അല്ലേ, ഹെഡർ അല്ലല്ലോ. ഹെഡർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടി എച്ച്. ബാക്കിയെല്ലാം ഡെഫിനേഷൻ അല്ലേ, ഡേറ്റ അല്ലേ ഉദ്ദേശിക്കുന്നത്, അതാണ് അവിടെ വരുന്നത്. അങ്ങനെ നാലാമത്തെ റോ കഴിഞ്ഞിട്ടാണ് തന്നെ ടേബിള് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യും, ബോർഡർ ഇട്ടു. ഇത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയും വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബോർഡർ കാണത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സെൽ പാഡിങ്, സെൽ സ്പേസിങ്ങും ഇതിനകത്ത് നമുക്കൊരു കാൽക്കുലേറ്റർ ഫോമിൽ ജസ്റ്റ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതിയാകും. ഇല്ലെങ്കിൽ ജസ്റ്റ് ബോർഡർ മാത്രം മതിയെങ്കിൽ ബോർഡർ മാത്രം കൊടുത്താൽ മതി. ഈ സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും ഒന്നും വേണ്ട. ഡിലീറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ജസ്റ്റ് എന്ത് വരും, നോർമൽ ഒരു ഇതേ വരും. അതായാലും മതി. എന്നാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ചേഞ്ചസ് വരും. ഓക്കെ, ഇതാണ് HTML ടേബിൾസ് എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്. ഇനി എനിക്ക് ഒരു റോയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഇതേപോലെ ഒരു റോയും കൂടെ ഇതിൻ്റെ താഴെ എന്താ ഒരു റോയും കൂടെ TR എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. TR എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. TD ചെയ്യാം. TD ക്ലോസ് ചെയ്യാം. ഇത് മാത്രമേ വന്നുള്ളൂ എന്ന് വിചാരിച്ചു. നമുക്ക് ഔട്ട്പുട്ട് എന്തൊരു ദിയ മാത്രമേ അവിടെ വരത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കണേ TD ഏജ് ആണ്. ഏജ് വരുമ്പോഴത്തേക്കും ഒരു 24. TD സേവ് ചെയ്തു. അപ്പോൾ എന്ത് വരും, S24 ആണ്. ക്ലിയർ ആയോ? അതേപോലെ എനിക്ക് TD റോൾ നമ്പർ 4 കൊടുക്കാം. TD ക്ലോസ് ചെയ്യാം. സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു, 4 വന്നു. നെക്സ്റ്റ് അടുത്ത TD മാർക്സ് ഒരു 85 എടുക്കാം. 85 TD ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ റോ നമുക്ക് ക്ലോസ് ചെയ്യണ്ടേ. സോ TR ക്ലോസ് ചെയ്തു. 85. സോ ഇത്രയേ ഉള്ളൂ. ഓർക്കാം, TR എന്ന് പറഞ്ഞാൽ റോയാണ്. ഹെഡർ ആണെങ്കിൽ TH എന്ന് കൊടുക്കുക. പിന്നെ ഓരോ കോളത്തിലും റോയിലും വരേണ്ട വാല്യൂസാണ് TD. സോ ടേബിളിൻ്റെ അകത്ത് 3 ടാഗ് വരുന്നുണ്ട്. ടേബിൾ ടാഗ് വരുന്നുണ്ട്, TR ടാഗ് വരുന്നുണ്ട്, TH ടാഗ് ഉണ്ട്, TD ടാഗ്.